ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. മുതുതല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം KV ഗോവിന്ദൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെയാണ് മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക ജൈവ പരിപാലനത്തിന് ആവശ്യമായ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജനപ്രതിനിധികൾ, വളണ്ടിയർമാർ എന്നിവർക്കായി ശില്പശാല സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ നിയമം ഉണ്ടാക്കി. അതാണ് 2002 കേരള ദേശീയ ജൈവ വൈവിധ്യ നിയമം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 2004 ദേശീയ തലത്തിൽ ജൈവ ചട്ടങ്ങൾ ഉണ്ടായി. അതിനുശേഷം കേരള ഗവൺമെന്റ് 2008 കേരള ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റൂൾ രൂപപ്പെടുത്തുകയും 2009 ഒരു ത്രിതല സംവിധാനത്തിലേക്ക് ഇന്ത്യയിലെ ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വിവിധ മേഖലകളിലുള്ള, അതായത് ജൈവവൈവിധ്യ അതോറിറ്റി എന്ന് പറഞ്ഞ MPA, അത് കഴിഞ്ഞ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് കേരള സംസ്ഥാനം രൂപം കൊണ്ടു. അതുപോലെ ശക്തമായ പഞ്ചായത്ത് രാജ് സംവിധാനമുള്ള കേരളത്തിൽ BMCകൾ എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ BMC എന്ന് പറയുന്നത് നമ്മുടെ ജൈവവൈവിധ്യത്തിന്റെ അല്ലെങ്കിൽ ആക്ട് റൂൾ എല്ലാം പറഞ്ഞാൽ തന്നെ മർമ്മമാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് BMC. പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. BMC കൺവീനർ PN പരമേശ്വരൻ പ്രാദേശിക ആവാസ വ്യവസ്ഥ വിശകലന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രൊജക്ട് കോർഡിനേറ്റർ AP ഉണ്ണികൃഷ്ണൻ പ്രവർത്തന കലണ്ടറും BMC അംഗം VC സുഗതകുമാരി പ്രവർത്തന പരിപാടിയും അവതരിപ്പിച്ചു. പഞ്ചായത്തിൽ കൃഷി, മൃഗസംരക്ഷണം, ജലസംരക്ഷണം, പുഴയോര സംരക്ഷണം, ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ അടുത്ത 10 വർഷത്തിനിടെ നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് രൂപം നൽകാൻ യോഗം തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ PM ഉഷ, M സുബൈദ, ബുഷാറ സമദ്, ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ V സിനിമോൾ, M ശങ്കരൻകുട്ടി, പഞ്ചായത്ത് സെക്രട്ടറി CP സുരേഷ് കുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.